മനുഷ്യഗന്ധം വീഴാത്ത കൊടുങ്കാട്ടിൽ ഒരു വലിയ ചന്ദനമരത്തിന്റെ ഉയർന്ന ശിഖരത്തിൽ ഒരു മരത്വത്തിൽ ഒരാരോമന പെൺകുഞ്ഞ്. കാട്ടിലെ പച്ചത്തഴപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ കനക വിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. പലതും കട്ട്യാവ് കൊണ്ടു പുതച്ചവിടെ കുത്തിയിരിക്കുന്നു കൺകുളിരെ ഇരുളിനകത്തു കൊളുത്തി വച്ച കനക വിളക്കുപോലെ അന്തിത്തൊടുമുകിലിൻ നടുവിൽ പൊന്തിവരും കൊച്ചുതാര പോലെ ചെമ്പട്ടിനുള്ളിൽ മിനുക്കി വച്ച ചെമ്പുറ്റ മാണിക്ക കല്ലുപോലെ. അയാൾ ആ കുട്ടിയോട് സംസാരിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ കുഞ്ഞ്, ആ പെൺകുട്ടി എങ്ങനെ ഈ മരപ്പത്തിൽ വന്നു പെട്ടു? ആ കുട്ടി പറയുന്നത്, അവൾ പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുപോന്നു എന്നാണ്. ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. അമരപ്പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും അമരപ്പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. ആനറാഞ്ചി പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലേ മോളെ? നിന്നെ കൊത്തിക്കീറി തിന്നാനല്ലേ കൊണ്ടുവന്നത്? അല്ല, വളർത്താനായിരുന്നു. നിനക്കങ്ങനെ മനസ്സിലായി? കായും കനിയുമായെന്നുമെന്നും കാടിരുളും വളയുമമ്മ. കായും കനിയുമായെന്നുമെന്നും കാടിരുളും വളയുമമ്മ. നീ വരൂ മോളെ, നമുക്ക് ഈ പൊത്തിൽ നിന്ന് പോകാം. നീ എന്തിനീ പൊത്ത് കഴിയുന്നു? പൊത്തിൽ നിന്ന് പോരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് പക്ഷേ? നിനക്കെന്തോ ഒരു സങ്കടം പോലെ. അല്ല, നീ എന്തിനു കരയുന്നു? നിറവുറ്റ വാത്സല്യമോലുമമ്മ ചിറകട്ടടിച്ചു മരിച്ചു പോകും. നിറവുറ്റ വാത്സല്യമോലുമമ്മ ചിറകട്ടടിച്ചു മരിച്ചു പോകും.